HRDS ഇന്ത്യയുടെ സവർക്കർ പുരസ്കാരം ശശി തരൂർ സ്വീകരിക്കില്ല. പുരസ്കാര പ്രഖ്യാപനം തന്റെ അറിവോടെയല്ലെന്ന് തരൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ അവാർഡിന്റെ കാര്യം തരൂരിനെ അറിയിച്ചിരുന്നു എന്നാണ് HRDSന്റെ പ്രതികരണം. കോൺഗ്രസ് എക്കാലവും എതിർക്കുന്ന VD സവർക്കറുടെ പേരിൽ HRDS ഇന്ത്യ നൽകുന്ന പ്രഥമ വീർ സവർക്കർ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് ശശി തരൂർ സ്വീകരിക്കുമോ എന്നതായിരുന്നു ആകാംക്ഷ. തരൂർ അവാർഡ് സ്വീകരിക്കും എന്നറിയിച്ചതായി HRDS പ്രതിനിധികൾ അവകാശപ്പെട്ടതോടെ കോൺഗ്രസിലും കലാപം തുടങ്ങി. സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസുകാരനും വാങ്ങാൻ പാടില്ലെന്ന് K. മുരളീധരൻ പ്രതികരിച്ചു. വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ്. ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. BJP RSS കെണിയിൽ തരൂർ വീഴരുതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിന്റെ രക്തം ശശി തരൂരിന്റെ സിരകളിൽ അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഈ അവാർഡ് നിരസിക്കണം. ഒടുവിൽ തരൂർ തന്നെ വ്യക്തത വരുത്തി. അവാർഡ് സ്വീകരിക്കാൻ സമ്മതിക്കാതെ തന്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ നിരുത്തരവാദപരമായ നടപടിയാണെന്നും അവാർഡ് സ്വീകരിക്കില്ലെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവാർഡ് നിഷേധിച്ചതോടെ തരൂർ BJPയിൽ പോകുന്നതാണ് നല്ലതെന്ന് HRDS സെക്രട്ടറി അജി കൃഷ്ണൻ പ്രതികരിച്ചു. ശശി തരൂരിനെ പോലുള്ള ആളുകൾക്കൊട്ടും പറ്റിയൊരു രാഷ്ട്രീയ സംവിധാനമല്ല കോൺഗ്രസ്. അദ്ദേഹമൊക്കെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രാജിവെച്ച് പുറത്തു വരികയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ശശി തരൂരിനെ പോലെ ഒരാൾ BJPയിലേക്ക് വരുന്നത് നല്ലതല്ലേ? മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും അവാർഡ് ഏറ്റുവാങ്ങാനെത്തില്ല. റിപ്പോർട്ടർ, ദില്ലി.